ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ നവംബർ കഴിയാറായല്ലോ, ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല ചൂട് സമയമൊക്കെ വരാൻ പോകുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടൊക്കെയാണ് ഇവിടെ. എന്നാലും മാർച്ചൊക്കെ ആകുമ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥ വെച്ചിട്ട് മാർച്ചൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ എന്താണ് അതുപോലെ വല്ലതും ആണോ എന്നറിയത്തില്ല. കഴിഞ്ഞ വർഷം നമുക്ക് താങ്ങുന്നതിലപ്പുറമായിരുന്നു. ഈ വർഷം എന്താണാവോ, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അല്ലേ. അപ്പം എന്തൊക്കെയാ ഞാൻ എന്താ പറയുക, അപ്പോഴേ ഞാനിന്ന് ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എല്ലാ വിഷയങ്ങളും എന്നാൽ കഴിയുന്ന എൻ്റെ ഈ ചെറിയ ഒരു ബുദ്ധിയിൽ നിന്നുകൊണ്ട് കാണുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരാളിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ആൾ നല്ല നമ്മുടെ സോഷ്യൽ മീഡിയ അതിൽ നല്ല എപ്പോഴും നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങളൊക്കെ പേരിട്ടേക്കുന്നത് പുള്ളിക്കാരത്തിയുടെ പേര് തെറിച്ചി എന്നാണ്. പക്ഷെ ഞാനങ്ങനെ പറയൂല. ഷബീന ചേച്ചി എന്നാണ് അവരെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തെറിച്ചി എന്ന് പറയത്തില്ല. അവർ നമ്മളെപ്പോലെ ഒരു സ്ത്രീയാണ്. പിന്നെ എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയും ഉണ്ടാവും. നല്ലതും ചീത്തയും ഉണ്ടാവും. അവരുടെ ചീത്തവശങ്ങൾ മാത്രമാണ് കണ്ട് അവരെ ഇപ്പോൾ ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അവരെന്ത് പറഞ്ഞാലും അത് വന്ന് റിയാക്ട് ചെയ്യണതാണ് നമ്മുടെ മെയിൻ പരിപാടി, ആൾക്കാരുടെ പരിപാടി. അപ്പം സോഷ്യൽ മീഡിയയിലെ റാണി എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. അവരൊരു റാണി തന്നെയാണ് അല്ലേ. അവരൊരു റാണി തന്നെയാണ്. അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും അവർ എടുത്ത് കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയങ്ങളും ഇല്ലെന്നാണ് തോന്നുന്നത്. അവർക്ക് അറിവ് ഉണ്ട്. പിന്നെ അവരെല്ലാം പഠിച്ചിട്ടൊക്കെ ആയിരിക്കും, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതെല്ലാം നല്ല കഴിവാണ്. അവരെല്ലാ വിഷയങ്ങളും പറയും. രാഷ്ട്രീയം പറയും, പിന്നെ അതുപോലെ അല്ലാത്ത മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അത് അവരുടെ മതവും പറയും. എല്ലാ മതങ്ങളെയും അവർ മതക്കാരെ അങ്ങനെ പറയുന്നല്ല, മോശങ്ങൾ കാണുമ്പോൾ അവർ പ്രതികരിക്കും. അതാണ് പറയുന്നതെന്ന് പറഞ്ഞത്. അപ്പം അവരെക്കുറിച്ച് നമുക്ക് എല്ലാവരും അവരെ തെറിത്താത്ത ഈ തെറി വിളിക്കാത്ത അവർ അങ്ങോട്ട് ചെന്ന് ആരെയും തെറി വിളിക്കാറില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരെ ഇങ്ങോട്ട് വന്ന് തെറി വിളിക്കുമ്പോഴാണ് അവർ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് തെറിയായിട്ട് പറയുന്നത്. അതിപ്പോൾ ആരായാലും പറയൂലേ, ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്നാണ് പഴഞ്ചൊല്ല്. അപ്പം അവരെ പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ച് പറയും. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പം തെറി പറയുമ്പോൾ ആരെങ്കിലും മോശം പറയുമ്പോൾ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുമോ? എന്നെ ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും മോശത്തനം പറയുവാണ്, ഞാൻ കേട്ടിരിക്കില്ല. ഞാൻ അതിന് ഉത്തരം പറയും. അതുപോലെ അവരും ചെയ്യുന്നുള്ളൂ. അവർ പക്ഷേ കുറച്ച് തെറി ചേർത്താണ് പറയുന്നത്. അപ്പം അവർ പൂവും കായും മായും എല്ലാം ചേർത്തിട്ട് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ പറയുന്നില്ല. അവർ പബ്ലിക്കിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് തന്നെ പറയുന്നു. പക്ഷേ അല്ലാത്തവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നല്ല ഈ പറഞ്ഞ പൂവും മറ്റ് അക്ഷരങ്ങളെല്ലാം ചേർത്തിട്ട് പറയുന്നുണ്ടായിരിക്കും. അത് നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ തെറി പറയുന്നത് ഈ ഷബീന ചേച്ചി പറയുമ്പം മാത്രം അവർ പറയുന്നത് മാത്രമേ മറ്റുള്ളവർ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. മറ്റുള്ളവർ പറയുമ്പോൾ അത് പറയുന്നത് ആരും കേൾക്കണില്ല. അത് കേട്ടാലും ഇപ്പം അത് ആരും പ്രതികരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഷബീന ചേച്ചിക്ക് തെറിച്ചി എന്നുള്ള പേര് തന്നെ ചാർത്തി കൊടുത്തു. യൂട്യൂബേഴ്സ് എല്ലാം കൂടെ തന്നെയാണ് ചാർത്തി കൊടുത്തത്. അവർ തെറി പറയും, ഇല്ലെന്ന് പറയുന്നില്ല. അവർ തെറി നന്നായിട്ട് പറയുന്ന ആൾ തന്നെയാണ്. ഞാൻ അവരെ ലൈവൊക്കെ കാണാറുണ്ട്. നമുക്ക് ചില വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പം നമുക്കത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ നല്ല ലൈവുകളൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഇരുന്ന് പോയി കാണും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ലൈവ് ആദ്യം കാണുന്നത് ഷബീന ചേച്ചിയുടെ ലൈവാണ്.
അന്ന് എനിക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അതൊരു വർഷത്തിന് മുമ്പാണ് ഞാൻ കണ്ടു തുടങ്ങി. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പം ഞാൻ ചുമ്മാ അതിങ്ങനെ യൂട്യൂബിൽ ലൈവുകൾ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ലൈവുകളല്ല ലൈവ് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ലൈവ് എന്നും പറഞ്ഞു. എനിക്ക് ലൈവ് എടുക്കാൻ പോലും ഒന്നും അറിയില്ല. അപ്പം ഞാൻ ചുമ്മാ തൊട്ടപ്പോൾ ലൈവ് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ലൈവ് ഷബീന ചേച്ചിയുടെ ലൈവാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോഴൊക്കെയല്ല എല്ലാവരും ലൈവ് ആയിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ ലൈവ് ഷബീന ചേച്ചിയാണ് ആദ്യം ലൈവ് ചെയ്ത് ഞാൻ കണ്ട. പിന്നെയാണ് എല്ലാവരും ലൈവിലേക്ക് തിരിച്ച് വന്നത്. ഇപ്പം എല്ലാവരും ലൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ ചീത്ത പറയാനെ കൊണ്ട് കുറേ ആൾക്കാരിപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുറേ യൂട്യൂബേഴ്സുണ്ട്. പുതിയ ഒരുപാട് പേരൊക്കെ വന്നിട്ട് അവരെ മോശം പറയുന്നു. പക്ഷേ ആ പറയുന്നവരെയൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായിട്ട് ഞാനിതുവരെ എങ്ങും കണ്ടില്ല. അവരെ മിക്കവാറും അവരുടെ ലൈവും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ ഞാൻ കാണുന്നതാണ്. ഈ പറയുന്ന 1-2 വ്യക്തികൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഷബീന ചേച്ചിക്ക് പിന്നെ എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒന്ന് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. പ്രിയപ്പെട്ട കണ്ണൻ്റെ രാധയാണ് ഒന്ന് വേറൊരാളാണ്. അപ്പം ഇവർ രണ്ടുമാണ് നന്നായിട്ട് ഷബീന ചേച്ചിക്ക് എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുന്നത്. ഷബീന ചേച്ചിയെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫൈനലിൽ എന്താണെന്ന് അറിയാം. നിങ്ങളും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരു സ്ത്രീയല്ലേ, നിങ്ങൾ ഒരു സ്ത്രീയാണ്. അവർക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കും. അത് അവരോട് ആർക്കൊക്കെ ഷബീന ചേച്ചിയോട് ആർക്കൊക്കെ വിരോധമുണ്ടോ അവരെല്ലാവരും വന്ന് അവരുടെ ഒരു വിഷയം വരുമ്പോഴത്തേന് വന്ന് റിയാക്ട് ചെയ്യുവാണ്. അവർക്ക് ആ ഷബീന ചേച്ചിയോടുള്ള ദേഷ്യം, ഷബീന ചേച്ചിക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ ആൾക്കാരെല്ലാം വന്നിരുന്നിട്ട് റിയാക്ഷൻ ചെയ്യുവാണ് അവർക്ക് എതിരായിട്ട്. അപ്പം അവരൊരു സ്ത്രീയുമായിട്ട് ഷബീന ചേച്ചി ഒരു സ്ത്രീയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അവർ തമ്മിൽ തീർക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് കയറി പറഞ്ഞ് അത് അവർക്ക് അപ്പം അത് എതിരെ നിൽക്കുന്ന അവർക്കും അതൊരു ബുദ്ധിമുട്ട്, പിന്നെ മറ്റവർക്കും അതൊരു ബുദ്ധിമുട്ട്. എന്തിനാണ് അതിനൊക്കെ പോകുന്നത്? അവരെ പാടായി അവരെ വെറുതെ വിട്ടൂടെ നിങ്ങൾക്ക്? നിങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തു? നിങ്ങളെ ഒന്നും പറയാത്ത യൂട്യൂബേഴ്സ് വരെ അവരെ ചെന്നിട്ട് തെറിച്ച് ഇങ്ങനെ പബ്ലിക് വന്നിരുന്ന ഒരാളെ തെറി പറയുമ്പം നിങ്ങളൊക്കെ പറയുമല്ലോ അവർ പിന്നെ നിങ്ങളൊക്കെ വലിയ എല്ലാം കണ്ടാൽ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന്. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇത് നിങ്ങളായാലും പോയിരുന്ന് റിയാക്ട് ചെയ്യത്തില്ലേ? ഈ കാണുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു തെറിച്ചിയുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാലറിയാം. ഒരാൾ മിനിയാന്നത്തെ വീഡിയോയിൽ ഇപ്പം 3-4 ദിവസം കൊണ്ട് ഷബീന ചേച്ചി തന്നെ കണ്ടൻ്റാക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാമോ ഇന്ന് യൂട്യൂബ് അടക്കി വാഴുന്ന ഒരു റാണി, ഒരു 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 ആള് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അവരൊരു യൂട്യൂബ് അടക്കി വാഴുന്ന റാണി തന്നെയാണ്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയ്ക്ക് നല്ല വിഷയങ്ങളായതുകൊണ്ട് തന്നെയല്ലേ അവരെ ആൾക്കാർ അംഗീകരിക്കുന്നത്. അല്ലാതെ ചുമ്മാതൊന്നും അല്ലല്ലോ. അവർക്ക് ഈ 2-3-4 മാസം കൊണ്ട് അവരുടെ ചാനൽ 3-4-5 മാസം കൊണ്ടാണ് അവരുടെ ഫസ്റ്റ് ഒരു ചാനലുണ്ടായിരുന്നു. അത് സ്ട്രൈക്ക് കൊടുത്ത് അടിച്ച് എല്ലാവരും കൂടെ കളഞ്ഞ് അതിൽ 107K കണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഇത് പഴയ ചാനലെന്നാണ് അവർ പറയുന്നത്. അത് അവർ വീണ്ടും അതിനകത്ത് വീഡിയോ ഇട്ട് ഇപ്പം അതിന് 1,00,000-ന് മേളിൽ 10,000 പേര് കവിഞ്ഞെന്ന് തോന്നുന്നു. 1,10,000 പേരൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എനിക്ക് ശരിക്കും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും 1,00,000 പേര് കഴിഞ്ഞു. അപ്പം അവരുടെ ചാനൽ ആരും കാണാത്തതുകൊണ്ടാണോ അവരെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം? അവരെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അവർ പറയുന്ന വിഷയങ്ങൾ അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അവരെ ഇഷ്ടപ്പെടുന്ന അത്രയും ആൾക്കാരുണ്ടെന്ന് നോക്കണം. പിന്നെ അവരെ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എതിരാളികളുണ്ട്, അവരോട് പോരാടുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അത് അവർക്ക് അപ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ അതുപോലെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആൾക്കാർ അവരുടെ വീഡിയോസ് കാണുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ യൂട്യൂബിലെ ഒരു റാണി തന്നെയാണ്.
അവരെ വലിയ വലിയ യൂട്യൂബേഴ്സ് വരെ വലിയ വലിയ ഈ അല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണ യൂട്യൂബർമാരുണ്ടല്ലോ, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ സംസാരിക്കണവരൊക്കെ ഇവർ പറഞ്ഞ വിഷയങ്ങൾ എടുത്ത് വെച്ചിട്ട് അവർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഷെബീന ചേച്ചിയെ ഒരുപാട് അഭിനന്ദിച്ചാണ് അവരൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വിഷയം സംസാരിച്ച് അതെന്ത് വിഷയമാണെന്നല്ലേ എനിക്കറിയത്തില്ല, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇവരെ തന്നെ ഇങ്ങനെയിട്ട് അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേന് നമുക്കൊരു ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വിഷമം. അവർക്കും അവരെ ഒത്തിരി മോശത്തനം അവർ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തിരി മോശത്തനം പറയുന്നുണ്ട്. അവർക്കും ഒരു 2 ആൺപിള്ളേരാണ്. പിന്നെ ആ കുഞ്ഞുങ്ങൾക്കും പഠിക്കണം, അതുങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണം. ആ തള്ള ഇങ്ങനെയിട്ട് പറയുമ്പോൾ ഏത് പിള്ളേർക്കായാലും ഒരു വിഷമം തോന്നൂലേ? നിങ്ങളുടെ കുട്ടികൾക്കും വിഷമം തോന്നില്ല. പിന്നെ ഒരു കാര്യങ്ങൾ കേട്ട് അവരേതോ അവരോട് ഫൈറ്റ് ചെയ്യണ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഞാനതൊന്നും കേട്ടില്ല. അതൊന്നും നമ്മൾ അവരുടെ ഒന്നും ചാനലൊന്നും കാണുന്നില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. കുഞ്ഞുങ്ങളെ അന്നേരം വേറൊരു യൂട്യൂബർ പറയുന്നു, കുഞ്ഞിനെ പറഞ്ഞതല്ല, അത് തള്ളയുടെ സ്വഭാവം വെച്ചിട്ട് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഞാനിതൊന്നും കേട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നു. അവർ പറയുമോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഷെബീന ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ മോശമാണ്. കുഞ്ഞുങ്ങളെ ആര് പറഞ്ഞാലും അത് വളരെ മോശം തന്നെയാണ്. നമ്മൾ വലിയവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ പറയരുതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കുഞ്ഞുങ്ങളെ പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മളെ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മളെ പറയാം, കൊച്ചുങ്ങളെ പറയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അത് മോശമാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞെങ്കിൽ അത് മോശം തന്നെയാണ്. അങ്ങനെ പറഞ്ഞത് മോശം തന്നെയാണ്. പിന്നെ ഒരു കൂട്ടർ പറയുന്നു, അപ്പോൾ കണ്ണൻ്റെ രാധ യുടെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ രാധ പറയുന്നു, രാധയും കണ്ണനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം രണ്ടുപേരും കൂടെ പറയുന്നുണ്ടായിരുന്നു, 4 കെട്ടി, നീ 4 കെട്ടിയില്ലേ, നീ 5 കെട്ടിയില്ലേ, നീ 6 കെട്ടിയില്ലേ, ഇതൊക്കെ എന്തുവാ നിങ്ങളൊക്കെ ഈ പറയുന്നത്? അവർ 5, 6, 8, 10 ഒക്കെ കെട്ടാൻ ആഗ്രഹമുള്ളവരും ആവശ്യമുള്ളവരല്ലേ കെട്ടുന്നത്. അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് ഇതാക്കുന്നത്? അവരുടെ ആവശ്യമല്ലേ കെട്ടുന്നത്. പിന്നെ അവർക്ക് ഇപ്പം 4 കെട്ടി അല്ലെങ്കിൽ 2 കെട്ടി, 2ലും 2 മക്കളുണ്ട്, 2 കല്യാണം കഴിച്ചാൽ അതൊക്കെ ഷെബീന ചേച്ചിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ എത്രയോ പേർക്ക് ആദ്യത്തെ കെട്ടിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ കെട്ടിൽ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 കുഞ്ഞുങ്ങൾ കാണും. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? എന്നിട്ട് പിള്ളേരെ വിളിച്ചിട്ട് നിൻ്റെ അച്ഛൻ്റെ പേരെന്തുവാ, നിൻ്റെ അച്ഛൻ്റെ പേരെന്തുവാ, മോൻ്റെ പേരെന്തുവാ, മോളുടെ അച്ഛൻ്റെ പേരെന്തുവാ, കണ്ടോ 2 അതൊക്കെ എന്ത് മോശത്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്? നിങ്ങളല്ല ആരായാലും ശരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരുത്തരുടെ വ്യക്തികളെയൊക്കെ ഇത്രയും അപമാനിക്കണം. അവരും കണ്ണൻ്റെ രാധ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മോശമാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഒരു സൈഡ് മാത്രം നല്ലത്, ഒരു സൈഡ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഷെബീന ചേച്ചി കണ്ണൻ്റെ രാധ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മോശം തന്നെയാണ്. പിന്നെ ഒരു സ്ത്രീയെ ഒരുപാട് അങ്ങോട്ട് മോശത്തനം പറയരുതെന്നാണ് എൻ്റെ ഒരഭിപ്രായം. എന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് തീർക്കുക, അല്ലാതെ മോശമായിട്ട് ആരെയും പബ്ലിക്കിലിട്ട് നാണം കെടുത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇപ്പം കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം ആ കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കണം, നിങ്ങളുടെ കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കണം. പിന്നെ അവരൊരു സ്ത്രീയാണ്, പിന്നെ അവരെ ചട്ടുകാലി, അതൊക്കെ ഒരു അവസ്ഥകളല്ലേ മനുഷ്യൻ്റെ? ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണതൊക്കെ. അവർക്ക് ചട്ടുകാലുള്ളത് അവർ സ്വയം വരുത്തി വെച്ചല്ലല്ലോ. ഈ പറയുന്ന നമുക്കായാലും നാളെ ഈ ഒരവസ്ഥ വന്നു കൂടാഴിക ഇല്ല. ഏത് നിമിഷത്തിലും നമ്മുടെ ജീവനൊന്നും ഒരു വിലയില്ലാത്ത എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ കുഴഞ്ഞു വീഴലാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എവിടെ ആയാലും കുഴഞ്ഞു വീഴലാണ് നമ്മൾ കാണുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോഴത്തേന്, പിന്നെ അങ്ങനെ ഏത് ഇതിൽ നോക്കിയാലും കുഴഞ്ഞു വീഴലാണ് ഇത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം.
അവരുടെ ഒരു ആക്സിഡൻറ്റോ കാര്യമോ അല്ല. അവർക്ക് പെട്ടെന്നുണ്ടായ എന്തോ ഒരു അസുഖമാണ് അവരുടെ ആ കാലങ്ങനെ ആയിപ്പോയത്. അരയ്ക്ക് താഴോട്ട് തളർന്നതാണ്. നമ്മളൊക്കെ ഒരുപാട് പേരെ അങ്ങനെ നോക്കുന്ന വ്യക്തികളാണ്. എൻ്റെ ജോലി അറിയാമല്ലോ. അപ്പം ഞാനൊക്കെ ഒരുപാട് വ്യക്തികളെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. താഴോട്ട് തളർന്നതും സ്ട്രോക്ക് വന്നതും അവരെയൊക്കെ അവസ്ഥകളാണ്. അതൊക്കെ ഒരു അവസ്ഥയാണ്. അതൊന്നും നിങ്ങൾ കളിയാക്കി പറയരുത്. ചട്ടുകാലി അങ്ങനെയൊക്കെ അവർ നല്ലൊരു നമ്മളെക്കാളും നന്നായിട്ടിരുന്നൊരു സ്ത്രീയാണ്. അവരുടെ കല്യാണത്തിൻ്റെ ആൽബമൊക്കെ അവർ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ കണ്ട. ഷെബീന ചേച്ചി നല്ല മെലിഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ ഷെബീന ചേച്ചി ഇരുന്നതായിരുന്നു. നമ്മളെപ്പോലെ നടന്ന ഒരു വ്യക്തി. അവർ ജനിച്ചപ്പോഴേ ചട്ടുകാലും കൊണ്ടല്ല ജനിച്ചത്. അപ്പം ഇതൊക്കെ ഈ ഒരു അവസ്ഥയും ഈ ഒരു രോഗാവസ്ഥയും ഈ നമ്മുടെ കാലിൽ കൂടെ ഒരു കല്ലുരുണ്ട് വീണാൽ മതി, നമ്മുടെ കാലെന്താവും? നമ്മുടെ കാലിൻ്റെ പാദത്തിൽ ഒരു വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അവസ്ഥ എന്താവും? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് അവരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ബോഡി ഷെയ്മിങ്ങിനും അവരുടെ അസുഖത്തെയും കുറിച്ച് ആരും ഇങ്ങനെ ഇത് പറയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഷെബീന ചേച്ചി ഒരുപാട് 1-2 പേരെയൊക്കെ അങ്ങനെ നമ്മുടെ അതുലിനെയൊക്കെ വെച്ചിട്ട് ഷെബീന ചേച്ചി അങ്ങനെ മുക്കറേനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ അതുലിനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് മൂക്കറേനെ അതെനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ ഞാൻ അവരെ പറഞ്ഞേനെ. പക്ഷേ അതുലിനെയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്നെനിക്ക് ചാനലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ ശരിക്കും സത്യമായിട്ട് അത് മോശത്തനമാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടേനെ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പം ചട്ടുകാലി, ആ കാലി, ഈ കാലി എന്നൊന്നും പറയരുത്. നാളെ നമുക്ക് എപ്പോഴാണ് ഒരവസ്ഥ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ ലോക സാഹചര്യങ്ങൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ബോഡിയുടെ ഓരോ അവസ്ഥകളുണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ സാധനങ്ങളും വിഷങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല സാധനങ്ങളൊന്നും തന്നെ ഇപ്പം കഴിക്കണില്ല. ആ വിഷങ്ങളെല്ലാം താങ്ങാൻ പറ്റാതെ ആവുമ്പോഴാണ് കുഴഞ്ഞു വീഴലും അങ്ങനെയൊക്കെ ഉള്ള മരണം. അതുകൊണ്ട് ആരെയും ബോഡി ഷേമിങ്ങോ ഒരു രോഗാവസ്ഥയൊന്നും കളിയാക്കി ആരും വീഡിയോ ചെയ്യാതിരിക്കാനല്ല, അങ്ങനെ ആരെയും പറയാതിരുന്നാൽ നല്ലത്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് അസുഖങ്ങൾ എൻ്റെ മൂത്ത ആങ്ങളയ്ക്ക് സ്ട്രോക്ക് വന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതാണ്. പിന്നെ അങ്ങനെ എൻ്റെ ഒരു ചേച്ചിക്ക് നിന്ന നിപ്പിൽ പിന്നെ ചേച്ചിയുടെ ദേഹമെല്ലാം നീരായിട്ട് എന്താണ് അസുഖമെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. അത് ആളിങ്ങനെ കൊഞ്ചു പോലെയായി. എന്നെക്കാളൊക്കെ നല്ല വണ്ണവും പൊണ്ണവും നല്ലൊരു ഭയങ്കര ഒരാളായിരുന്നു. ആ ആൾ കൊഞ്ചു പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വെച്ചാൽ കയ്യും കാലും എല്ലാം ചുരുണ്ടുപോയി. അപ്പം ആരും അങ്ങനെയൊന്നും പറയില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരുമ്പോഴേ നമുക്കതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളോ അതിൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ആരെയും അങ്ങനെയൊന്നും കളിയാക്കി സംസാരിക്കാതിരിക്കുക. അല്ലാതെ എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയത്തുമില്ല. വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല. യൂട്യൂബ് ചാനലിലൂടെ മാത്രമാണ് അറിയുന്നത്. അത് ഞാൻ അവർക്ക് ഒരു വീഡിയോസ് കാണും, ലൈവുകൾ കാണും എന്നല്ലാതെ എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ആളാണെന്നോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേന് എത്ര മനുഷ്യരായാലും, എത്ര വിരോധപ്പെട്ട ഒരാളായാലും, എത്ര ശത്രുവായാലും നമ്മൾ ഒരിക്കലും അവർ മരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരണമെന്നോ നമ്മൾക്ക് മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കത്തില്ല. പക്ഷേ ചിലരൊക്കെയാണെങ്കിൽ ഇപ്പം പബ്ലിക്കിലൊക്കെ വന്നിരുന്നിട്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തും അങ്ങനെ എത്ര ദേഷ്യം വന്നാലും അതൊന്നും വാവിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയൊന്നും പറയാതിരിക്കുക. പബ്ലിക്കിലൊക്കെ വന്നിരുന്നിട്ട് ഒക്കെ ഒരുപാട് പേര്, ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി അവരുടെ അന്തങ്ങളെല്ലാം കൂടെ എന്നെ വന്ന് പൊക്കാലിടും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് പേടിച്ചിട്ടല്ല, ഇനി ആ വിഷയമൊന്നും അന്ന് സംസാരിച്ച് തീർത്ത് ഇനി അത് സംസാരിക്കത്തില്ലെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ടാണേ.
അപ്പം ആരും ആരും എപ്പോഴും എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. ഏതവസ്ഥ നമുക്ക് എപ്പോഴാണ് ഒരവസ്ഥ വരണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഒരു ഇതുപോലൊരു വ്യക്തികളെയൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് വിഷമങ്ങൾ തോന്നണത്. അത് എത്ര ദുഷ്ടന്മാരായാലും നമ്മളവരെ ഒരു ആപത്ത് ഘട്ടത്തിൽ നമ്മളവരെ നശിച്ചു പോകണം, അല്ലെങ്കിൽ അവർക്കിങ്ങനെ വരണം, അവനിങ്ങനെ വരണം, അവൾക്കിങ്ങനെ വരണം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയത്തുമില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സാലെ നമ്മൾ പറയുന്ന എത്ര ഒരു അസുഖം വരുമ്പോൾ തന്നെ നമ്മളെന്താ ഭീകരമായിട്ടുള്ള ഒരു അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന എന്താണ്, ദൈവമേ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു അസുഖം കൊടുക്കരുതേ. ഓരോ അസുഖബാധിതർ ഇന്ന് നമ്മൾ കാണുമ്പം നമ്മൾ പറയുന്ന ദൈവമേ ഒരു ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അസുഖം കൊടുക്കരുതേ എന്നാണ് നമ്മുടെ ഉള്ളിലുരുവി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നിങ്ങളാരും ഇങ്ങനെയൊന്നും ഒരു വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, പറയണ്ടെന്നല്ല, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ അവരെ ഈ രോഗാവസ്ഥയൊക്കെ എടുത്ത് വെച്ച് പറയുന്നത് അതത്ര ശരിയെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്കിതെങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഷെബീന ചേച്ചിയുടെ ആളോ, ഷെബീന ചേച്ചിക്ക് എന്നെ അറിയത്ത് പോലുമില്ല. എൻ്റെ ചാനലിൽ ആരും അറിയാൻ, വെറും 1000 സബ് കൊണ്ടിരിക്കണം. എൻ്റെ ചാനൽ ആരും അറിയുന്ന പോലുമില്ല. പിന്നെ എന്നെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർ കാണുന്നത്. പിന്നെ അവർക്ക് അറിയാമെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഇത്രയും പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞു. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് പൊങ്കാലക്കാലം എൻ്റെ തലയ്ക്ക് വെക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആരും എൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ വരണ്ട. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇഷ്ടമല്ലാത്തവർ തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ട് 1000 എത്തി അങ്ങനെ നിൽക്കുകയാണ്. മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ എനിക്ക് ആ വഴി വെട്ടി തെളിച്ച് തരണം. അതിരിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വഴി വെട്ടി എനിക്ക് തെളിച്ച് തന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് കയറിപ്പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ എനിക്ക് വേണം. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് 3-4 ദിവസമായി. അപ്പം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ നല്ലവരായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം ടാറ്റാ.